പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂർ പാലത്തായി കേസിൽ സർക്കാരിനെ കടന്നാക്രമിച്ച സമസ്ത മുഖപത്രം പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച കോടതി വിധി സർക്കാരും പ്രോസിക്യൂഷനും ഇരന്നു വാങ്ങിയ തോൽവി എന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. നീതിക്കായി പോരാടുന്നവർക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കി. സുപ്രീം കോടതിയെ സമീപിച്ച് ഇരയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. സരീഷ് പി കെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. സരീഷ്, കേസുമായി ബന്ധപ്പെട്ട് നിശിതമായ വിമർശനമാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇരന്നു വാങ്ങിയ തോൽവിയാണ് എന്നാണ് അതിൽ പറയുന്നത്. കാരണം 10 വയസ്സ് മാത്രമുള്ള ഒരു ബാലികയെ ഒരു അധ്യാപകൻ പീഡിപ്പിക്കുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാരിനും പ്രോസിക്യൂഷനും രംഗത്തെത്താൻ സാധിക്കുന്നില്ല. കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും ക്രൂരമായ പീഡനം നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസിൽ ഈ സർക്കാർ മാറിയപ്പോൾ ഇത്തരമൊരു വിധി ഉണ്ടായത് എന്നൊരു ചോദ്യമാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച ജാമ്യം നൽകിയതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തവ്യമായ അലംഭാവമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അലംഭാവം ഇരയോടുള്ള അനീതി മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിധി വരാനുള്ള സാഹചര്യങ്ങൾ അത് ദുരൂഹമാണ്. ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അവർ സീനിയർ അഡ്വക്കേറ്റിനെ നേരിട്ട് ഹാജരാക്കുന്നതിന് പകരം, കാരണം കഴിഞ്ഞ സർക്കാർ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ നേരിട്ട് ഹാജരായ ഒരു കേസാണ്. പക്ഷെ ഇത്തവണ താരതമ്യേന ജൂനിയറായ ഒരു അഭിഭാഷകനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യാൻ നിയോഗിച്ചത്. അവിടെ തന്നെ വലിയൊരു വീഴ്ച സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അത് എണ്ണിപ്പറയുന്നതിനോ കൃത്യമായ ന്യായീകരണം നിരത്തുന്നതിനോ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ഒത്തുകളി ആ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അവർ പറയുന്നു. ഇത് തിരുത്തണമെങ്കിൽ ആ കുടുംബത്തോട് അതോടൊപ്പം തന്നെ അനീതി നേരിട്ട കുട്ടിയോട് മാപ്പ് പറയണം എന്നൊരു കാര്യം കൂടി സമസ്ത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ കേസിൽ അനുകൂല വിധി ഉണ്ടാക്കി ഈ അധ്യാപകനെ തിരിച്ച് ജയിലിലേക്ക് എത്തിക്കണം എന്നുകൂടി സമസ്ത ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനമാണ് ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സരീഷ് പി കെ ആണ് വിവരങ്ങൾ നൽകിയത്.